മോദിയെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്റെ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകുകയാണ് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എക്കാലത്തും ബിജെപിയെ തുണച്ചിരുന്ന സംസ്ഥാനമായിരുന്നു യുപി. അവിടെ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ മോദി അടിയന്തരമായി യോഗിയെ ഡൽഹിക്ക് വിളിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യോഗിയുടെ തലയിൽ കെട്ടിവെക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം. അതിനൊക്കെ അപ്പുറത്ത് യുപിയിൽ ബിജെപി പാർട്ടിക്കകത്ത് പല വിള്ളലുകളും സംഭവിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെയാണ് യോഗി പറയുന്നത്, ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോകാനിരിക്കുന്ന മോദിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. VIP സംസ്കാരമൊക്കെ കെട്ടിപ്പിടിച്ച ഒരു മൂലയ്ക്ക് ഇരുന്നാൽ, കുപ്പായം ചുളിയുന്നത് പേടിച്ചാൽ ഇനിയും ഒന്നും നടക്കാൻ പോകുന്നില്ല, പരാജയം തന്നെ ആയിരിക്കും എന്നുള്ളത്. ഒരിടയ്ക്ക് മോദി പ്രധാനമന്ത്രി ആകില്ല എന്നും അമിത്ഷാ ആ പദത്തിലേക്ക് എത്തിക്കാൻ മോദി സകല കളികളും കളിക്കുന്നു എന്നും യോഗിയെ തീർത്തങ്ങ് തഴയുകയാണ് എന്ന തരത്തിൽ പല വാർത്തകളും നമ്മൾ കേട്ടതിന് പിന്നാലെയാണ് യോഗി കർശന നിർദ്ദേശം നൽകുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് UP നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് യോഗി പറയുന്നത്, ഇനിയും VIP സംസ്കാരം അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന്. സ്ഥിരമായി തങ്ങളുടെ മണ്ഡലങ്ങളുടെ വോട്ടർമാരുമായി ആശയവിനിമയം നടത്തണം. വോട്ടർമാരെ സന്ദർശിച്ച് നിരന്തരം സംവാദത്തിൽ ഏർപ്പെടണം. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണമെന്നുമാണ് യോഗി പറയുന്നത്. ഇന്നലെ വരെ യോഗിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ തലക്ക് പിടിച്ച ആ അധികാര കസേരയിൽ ഭ്രമം മൂത്തപ്പോ അയാൾ കാണാതെ പോയി ജനങ്ങളെ. പക്ഷെ അവിടെ കണ്ടു ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ജനങ്ങളെ കണ്ടപ്പോൾ പിന്നീട് യോഗി പറയുന്നുണ്ട്, ഏറ്റവും താഴെ തട്ടിലുള്ളവരിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് യോഗി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് ഒരു മുഖ്യമന്ത്രി തുറന്ന് തന്റെ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകുമ്പോൾ അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്രയും കാലം ഇതൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമാണ് എന്നാൽ ഇവിടെ ഉണ്ടാക്കിയത്. യുപിയിലെ 80 ലോക്സഭാ സീറ്റുകളിൽ 33 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ തവണയോ ഇത് 62 ആയിരുന്നു. അതേസമയം ഇത്തവണ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യം 43 സീറ്റുകളും പിടിച്ചെടുത്തു. നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെ ഭൂരിപക്ഷത്തിലുണ്ടായ വൻപൻ ഇടിവും കേന്ദ്രമന്ത്രിമാർ തോറ്റടിഞ്ഞതും BJPക്ക് തിരിച്ചടി തന്നെയായി മാറി. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് യോഗി ആദിത്യനാഥിനെ BJP നേതൃത്വം വിശദീകരിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ മോദിയൊന്നും നോക്കേണ്ടതില്ല, ജനങ്ങളെ നോക്കൂ എന്ന് യോഗി എന്ന UPയുടെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്.